ചെറുപ്പകാലം മുതലുള്ള ഒരു സീനിയർ അധ്യാപകനാണ്. അദ്ദേഹം വളരെ ശക്തമായിട്ട് ശുശ്രൂഷിക്കുകയും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുവാനായിട്ട് ദൈവം പ്രത്യേകമായ അഭിഷേകം നൽകിയിട്ടുള്ള അനുഗ്രഹീതനായ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തിയാൽ അത് അധികപ്പറ്റാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും ചേർന്ന് കരങ്ങളെ കൊത്തി കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്കായിട്ട് സ്വാഗതം ചെയ്യാം. പ്രൈസ് ലോർഡ്. ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയുടെ ഈ മാഗ്നറ്റിക് ടെംപ്ലേറ്റിൽ നിന്ന് തിരുവചനം പറയുമ്പോൾ ഇത് എനിക്കൊരു മാഗ്നറ്റിക് ടെംപ്ലേറ്റാണ്. കാരണം ബഹുമാനപ്പെട്ട ഷാരോൺ തോമാച്ചായൻ ഞാനിവിടെ പഠിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് പ്രീച്ച് ചെയ്യുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയായി തീരട്ടെ എന്ന പ്രീച്ചിങ്ങിൽ ഞാൻ ഉണ്ടായിരുന്നു. അതിൻ്റെ വിറ്റ്നസ്സാണ്. അതൊരു മാഗ്നറ്റിക് ഫോഴ്സായി എന്നും ഈ സെമിനാരിയുടെ പ്രോഗ്രസ്സിൽ നിലനിൽക്കുന്നു. രണ്ടാമത് TG കോശി സാർ ദീർഘവർഷങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കുന്ന എനിക്കും അതിനുശേഷം പഠിപ്പിക്കുന്ന അധ്യാപകനായി തീർന്നപ്പോഴും പവർഫുള്ളായി മാഗ്നറ്റിക് പവറോടുകൂടി തന്നെ ഞങ്ങളെ നയിച്ച അനുഭവങ്ങളെയും ഓർക്കുന്നുണ്ട്. ഈ സ്റ്റേജിൽ നിന്ന് പലപ്പോഴും മുട്ടടിക്കുകയും ഭയപ്പെടുകയും സെർമൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പാട്ടുപാടി രണ്ടാമത് എനർജി എടുത്ത് പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിലും എനിക്കിതൊരു മാഗ്നറ്റിക് ടെംപ്ലേറ്റാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട എബ്രഹാം പാസ്റ്റർ, എബ്രഹാം കുര്യാക്കോസ് പാസ്റ്റർ, നമ്മുടെ സഭയുടെയും നാഷണൽ ആൻഡ് ജനറൽ പ്രസിഡൻ്റായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാവേലിക്കര ഫിന്നി സാറ്, സഭയുടെ വൈസ് പ്രസിഡൻ്റായി സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട VJ തോമസ്കുട്ടി പാസ്റ്റർ, ഈ സോണിൻ്റെ സെക്രട്ടറിയായി സേവനം ചെയ്യുന്ന ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയുടെ ഐ തിങ്ക് പാട്രിയാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല ഫിലിപ്പ് സാറിനെ. കാര്യം ഇതിലേറ്റവും സാം സാറും ഫിലിപ്പ് സാറും ഒക്കെയാണല്ലോ ഇവിടുത്തെ ഏറ്റവും പഴയ നമ്മളുടെ സഹോദരങ്ങൾ. അവരെ ഞാൻ വന്ദനം ചെയ്യുന്നു. സെമിനാരിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ബഹുമാന്യപ്പെട്ട എലിയാമ്മ കോശി അവരുടെ സാന്നിധ്യവും ഞാൻ പ്രത്യേകം തിരിച്ചറിയുന്നു. അമ്മാമ്മയ്ക്കും ഞാൻ വന്ദനം ചെയ്യുന്നു. ഈ സോണലിൻ്റെ കീഴിലുള്ള സെൻട്രൽ പാസ്റ്റേഴ്സ്, സെക്ഷൻ പാസ്റ്റേഴ്സ്, all leaders who are leading both the CM, Sunday School and Ladies Meeting, ഇതെല്ലാം ലീഡ് ചെയ്യുന്ന നിങ്ങൾ എല്ലാവർക്കും ഈ എളിയവൻ ഒരിക്കൽ കൂടെ വന്ദനം ചൊല്ലുന്നു. നിങ്ങൾ എന്നേക്കാൾ ശക്തരാണ്, എന്നേക്കാൾ അഭിപ്രായ ശേഷിയുള്ളവരാണ്, എന്നേക്കാൾ അഭിഷേകം കൂടുതലുള്ളവരാണ്, എന്നേക്കാൾ ഒരുപക്ഷേ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുള്ളവരാണ്. അങ്ങനെ നിങ്ങൾ മുൻപിൽ നിൽക്കുമ്പോൾ നിങ്ങളിൽ ചെറിയവനായ ഒരാൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ഉറങ്ങരുത് എന്ന് ഒരപേക്ഷ കൂടെയുണ്ട്. പരമാവധി നിങ്ങളുടെ മൈൻഡിൻ്റെ ഇൻട്രസ്റ്റ് ചെയ്യാതെ, ഇൻട്രസ്റ്റ് നശിപ്പിക്കാതെ ഞാൻ ശ്രമിക്കാം. കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവേ, ഞാൻ പ്രസംഗിക്കുമ്പോൾ കേൾവിക്കാരുടെ മൈൻഡിൻ്റെ ഇൻട്രസ്റ്റ് നശിപ്പിക്കരുത് എന്ന് പറയാറുണ്ട്. പക്ഷേ എനിക്കൊരല്പം ഹാസ്യം പറയുന്നത് ഇഷ്ടമാണ്. ഫിലിപ്പ് സാർ എന്നോട് എപ്പോഴും വഴക്കൂറെ ഇങ്ങനെയുള്ള ഹാസ്യമൊന്നും പറയേണ്ടെന്നൊക്കെ പറയും. ചെറിയൊരു ഹ്യൂമർ സെൻസ് ഇല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം ആസ്വദിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ സമ്മതിക്കുന്നോ? ഹല്ലേലൂയ. ഇന്ന് ഫിലിപ്പിയ ലേഖനമാണ് നമ്മളുടെ പ്രധാന പ്രമേയം.
ഫിലിപ്പിയ ലേഖനത്തിലെ ഞാൻ കൂടുതൽ തിയോളജിക്കലായിട്ട് പോയാൽ ഒത്തിരി തിയോളജിക്കലായിട്ട് പോയാൽ അത് ഡൈജസ്റ്റ് ചെയ്യാൻ ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ സിമ്പിൾ മോഡലിൽ പറയാം. ഒന്ന്, ഇന്നത്തെ എൻ്റെ സെർമൺ അഥവാ സ്പീച്ച് വേണമെങ്കിൽ ടൈറ്റിൽ ചെയ്യാം, ക്രിസ്ത്യൻ മിനിസ്ട്രി ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് മിസൈൽസ് ആൻഡ് മിസറീസ്. ക്രിസ്ത്യൻ മിനിസ്ട്രി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ടർബുലൻസ് ആൻഡ് മിസറീസ്, മിസൈൽ ആൻഡ് മിസറീസ്. ഇൻ അതർ വേർഡ്സ്, അതേ ടോപ്പിക്കിൽ തന്നെ നിന്നുകൊണ്ട് അതിനെ ഞാൻ രണ്ടായി തരംതിരിക്കുന്നു. ഒന്ന്, ഫിലിപ്പിയ ലേഖനം മാത്രം പുസ്തകം എടുത്തുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന 4 ഡിവൈൻ മോഡൽസ് ഓഫ് മിനിസ്റ്റേഴ്സ്, 4 ഡിവൈൻ മോഡൽസ് ഓഫ് മിനിസ്റ്റേഴ്സ് only from the book of Philippians. 2 lady models of ministers from the book of Philippians. 3 most important ആയിരിക്കുന്ന 4 amazing experiences. സെർമണിന് ഒരു സ്ട്രക്ചർ വേണമെന്ന് പഠിപ്പിക്കുന്ന ആളാണ് ഞാൻ. സ്ട്രക്ചർ ഇല്ലാതെ പോയാൽ കാട് കയറി പോകും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ തന്നെ പ്രഭാഷണത്തിന് സ്ട്രക്ചറലൈസ് ചെയ്യുന്നത്. ഒന്ന്, ഡിവൈൻലി അക്സെപ്റ്റഡ് 4 മിനിസ്റ്റേഴ്സ്. ആ മിനിസ്റ്റേഴ്സിൻ്റെ ക്വാളിറ്റീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരുന്നു? 2 ലേഡി മോഡൽസ് ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ മിനിസ്ട്രി ഇൻ ഫിലിപ്പി. 3 4 അമേസിംഗ് എക്സ്പീരിയൻസസ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എക്സ്പീരിയൻസസ് വിച്ച് ആർ റിട്ടൺ ഓവർ ദെയർ ഇൻ ദ ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ്. ഹല്ലേലൂയ. ഇത് ഈ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് ഇന്ന് പൽക്കാലം നിങ്ങളോട് സംസാരിക്കട്ടെ. സമയം അധികമില്ലാത്തത് കൊണ്ടും 11:05 10:25 ഞാൻ തുടങ്ങിയത്. കാര്യം എന്താണെന്നറിയാമോ? ഞാൻ സമയം അനൗൺസ് ചെയ്തില്ലെങ്കിൽ ആളുകൾ പിന്നെ പറയും അതിന് മുമ്പേ നേരത്തെ തുടങ്ങി, അത് കഴിഞ്ഞിട്ടാണ് നിർത്തിയത് എന്നൊക്കെ പറഞ്ഞു കളയും. അതുകൊണ്ട് പ്രസംഗത്തിൽ അതുകൂടെ ചേർത്ത് പറഞ്ഞാൽ പ്രശ്നമില്ല. 10:25 തുടങ്ങിയത്, 11:05 അല്ലേ 11:10 വരെ എടുക്കാൻ എനിക്ക് അനുവാദമുണ്ട്. അതുവരെ നിങ്ങൾ എന്നെ ലിസൺ ചെയ്യുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 4 പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് നമുക്ക് വായിക്കാം. ഐഡിയൽ മോഡൽ മിനിസ്റ്റേഴ്സ് ഫ്രം ദ ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ്. 1 4-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. അതിൻ്റെ സെക്കൻഡ് പാർട്ട്. 1 ക്ലെമന്റ് 2-ാമത് 25-ാം വാക്യം. എഫ്രോദിത്തസ്. 3-ാമത്തെ മിനിസ്റ്റർ ആരാണെന്ന് നോക്കിക്കേ. 2-ാം അധ്യായം 19-20 വാക്യം. തീമത്തിയോസ് എന്ന മിനിസ്റ്റർ. ഇനി 4-ാമത്തെ ആളാരാന്ന് നോക്കിക്കേ. 1-ാം അധ്യായം 1-ാം വാക്യം. ക്രിസ്തുയേശുവിൻ്റെ ദാസന്മാരായ പൗലോസ്. ദാറ്റ് വേർഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. 4 മോഡൽ മിനിസ്റ്റേഴ്സ്. 1 പൗലോസ്, 2 ക്ലെമന്റ്, 3 എഫ്രോദിത്തസ്, 4 തീമത്തിയോസ്. ഈ 1-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ അപ്പോസ്തലിക് പീരീഡ് അല്പം ഇറങ്ങി ചരിത്ര പശ്ചാത്തലം പറഞ്ഞ് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസാണ് ഇതിൻ്റെ ഓതർ. AD 60 ജെൻഡയിൽ ക്രിസ്ത്യൻ വേൾഡിൽ നിന്ന് കൺവേർട്ടഡായ ഫിലിപ്പിയയിലെ വിശ്വാസികൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. ഇൻ ബിറ്റ്വീൻ 60 and 62 ഇറ്റ് ഈസ് എ പ്രിസൺ എപ്പീസൽ. ഇതൊരു കാരാഗ്രഹ ലേഖനം ആണ്. ഈ പശ്ചാത്തലങ്ങളെല്ലാം നമുക്കറിയാം. എന്നാൽ പൗലോസിൻ്റെ മിഷണറി യാത്രയിൽ ഈ അപ്പോസ്തോലിക പീരീഡ് എന്ന് നാം അറിയുന്ന 1 തൊട്ട് 98 വരെയുള്ള ഫസ്റ്റ് സെഞ്ചുറിക്കാണ് അപ്പോസ്തോലിക് പീരീഡ്.
അവസാന അപ്പോസ്തലനായ യോഹന്നാൻ മരിച്ചപ്പോൾ അപ്പോസ്റ്റോലിക് പീരീഡ് കഴിഞ്ഞു. പിന്നീട് വരുന്നത് അപ്പോസ്റ്റോലിക് പീരീഡിന് ശേഷം ഉള്ള, അല്ലെങ്കിൽ ഡയറക്റ്റ് അപ്പോസ്റ്റൽസിൻ്റെ കാലഘട്ടം കഴിഞ്ഞ ശേഷമുള്ള പീരീഡാണ്. അന്ന് പൗലോസിൻ്റെ കൂടെ പോയിരുന്ന ശിഷ്യന്മാർ, ബർന്നബാസും മറ്റ് പല ആളുകളും, പിന്നീടുള്ളവരെല്ലാം നമ്മൾ ലേറ്റർ അപ്പോസ്റ്റോലിക് ഏജ് എന്നാണ് പറയുന്നത്. 10-15 വർഷം മിനിസ്ട്രിയിൽ മിഷണറിയെ അപ്പോസ്തലനായ പൗലോസ് 15-ലധികം വർഷങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. എഫെസോസിൽ 3 വർഷം താമസിച്ചു, കോരിന്ത്യയിൽ 18 മാസം താമസിച്ചു, ഫിലിപ്പിയയിൽ 1-3 മിഷണറി യാത്രയിൽ പോയില്ല. രണ്ടാമത്തെ മിഷണറി യാത്രയിലാണ് ഫിലിപ്പിയയിൽ പോയത്. പൗലോസും ശീലാസും ഫിലിപ്പിയിൽ വെച്ചാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടത്. ത്രോവാസിൽ 7 ദിവസം മാത്രമേ പൗലോസ് താമസിച്ചുള്ളൂ. കോരിന്ത്യയിൽ അല്പം കൂടെ വിശ്വാസികളുടെ ജനറോസിറ്റി കൂടുതലായതുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് കുറച്ച് നാൾ കൂടെ കോരിന്ത്യയിൽ പൗലോസ് താമസിച്ചു. പിന്നെ അപ്പോസ്തലനായ പൗലോസ് 3 years അറേബ്യയിലും ഡമാസ്കസിലുമായി താമസിച്ചു. അപ്പോൾ തന്നെ പൗലോസ് തെസ്സലോനിക്കയിൽ 3 weeks മാത്രമേ താമസിച്ചുള്ളൂ. അപ്പം നാം മനസ്സിലാക്കേണ്ടത്, വൈ ഡിഡ് ഐ സേ ദിസ് ഹിസ്റ്റോറിക്കൽ ടൈം ആൻഡ് ഡ്യൂറേഷൻ? ബിക്കോസ് 7 days മാത്രമേ തെസ്സലോനിക്കയിൽ താമസിച്ചുള്ളൂ. ത്രോവാസിലും മറ്റു സ്ഥലങ്ങളിലും കുറച്ച് കാലഘട്ടം 7 days ത്രോവാസിൽ താമസിച്ചുള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തെന്ന്, ഒരു മിനിസ്റ്റർ, ഒരു ക്രിസ്ത്യൻ മിനിസ്റ്റർ ചിലപ്പോൾ 7 days കഴിയുമ്പോൾ ട്രാൻസ്ഫർ ആകാൻ ദൈവം തമ്പുരാൻ, അല്ലെങ്കിൽ അതിന് റീസൺ ഉണ്ടായാൽ ഓർത്തുകൊള്ളുക, 3 വർഷം മിനിസ്റ്റർ ചെയ്തവരുണ്ട്, 7 ദിവസം മിനിസ്റ്റർ ചെയ്തവരുണ്ട്, 18 മാസം മിനിസ്റ്റർ ചെയ്തവരുണ്ട്. അതുകൊണ്ട് എൻ്റെ കാലഘട്ടം തികക്കട്ടെ എന്ന് പറഞ്ഞ് ബാർഗെയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ എപ്പിസോഡ് വേദപുസ്തകത്തിൽ കാണുന്നില്ല. ഇന്ന് ബാർഗെയിനിങ്ങാ. 18 മാസമേ ഉള്ളു. A+ സഭയാണ്, ഭയങ്കര ശമ്പളം. എവിടുന്ന് എങ്ങനെ മാറും? പാസ്റ്റർ സമ്മതിച്ചാലും ചിലപ്പോൾ അമ്മമാർ പറയും, അച്ഛൻ എങ്ങനെയെങ്കിലും പിടിച്ചില്ല അച്ഛന്ന് പറയില്ല. Why did I say a very specific പൗലോസിൻ്റെ മിനിസ്റ്റീരിയൽ എക്സ്പീരിയൻസിൽ താമസിച്ചെടുത്തെല്ലാം ദൈവസഭയുണ്ടായി. ഇന്നത്തെ നിങ്ങളും ഞാനും താമസിക്കുന്നിടത്തെല്ലാം ദൈവസഭകൾ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കോരിന്ത്യയിലെ ജനറോസിറ്റി കൂടുതലായതുകൊണ്ട് കുറച്ച് നാൾ കൂടെ താമസിക്കാൻ ചില സഭകളിൽ പാസ്റ്ററായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും കടന്നു ചെല്ലുമ്പോൾ അവരുടെ ഔദാര്യ ദാനങ്ങളും അവരുടെ സ്നേഹങ്ങളും കൂടുതലായതുകൊണ്ട് ആ സ്ഥലങ്ങളിൽ അല്പം കൂടെ കൂടുതൽ നിൽക്കാമെന്ന് തോന്നും. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പം നമുക്കൊരു സ്കൂട്ടർ കിട്ടും, ചിലപ്പോൾ ഒരു കാറ് കിട്ടും, ചിലപ്പോൾ ഒരു സൈക്കിൾ കിട്ടും. ഇങ്ങനെയുള്ള ഫെസിലിറ്റീസിൻ്റെ എണ്ണം കൂടുന്നത് കൊണ്ട് നമ്മൾക്ക് കൂടുതൽ ബഹുമാനം കിട്ടുന്നത് കൊണ്ട്, ഇൻകം കൂടുതൽ കിട്ടുന്നത് കൊണ്ട് ദൈവഗീതമാണെന്ന് നിശ്ചയിക്കരുത്. പിന്നത്തേതിൽ അതെല്ലാം കഠിന ശോധനയുടെ കടന്നു പോകേണ്ടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അപ്പോസ്തോലിക് പീരീഡിൽ 1 തൊട്ട് 98 വരെയുള്ള കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിന് ശേഷം വന്ന ദൈവത്തിൻ്റെ ദാസനായ അപ്പോസ്തലനായ പൗലോസ് 14-ലധികം ലേഖനങ്ങൾ എഴുതി അനേക സഭകൾ സ്ഥാപിച്ച ഈ സഭകളിൽ താമസിച്ച ഡ്യൂറേഷൻ പാസ്റ്ററൽ കോൺഫറൻസിന് വളരെ പ്രധാനപ്പെട്ട ഡ്യൂറേഷനാണ്. നിങ്ങൾക്കും എനിക്കും ആത്മാവ് പറയുമ്പോൾ മേഘം, കോയ്സാറ് പറയുന്നൊരു ടൈമുണ്ട്, കൈപത്തി കാണുന്നു, മേഘം പൊങ്ങുന്നു, കുറ്റി ഊരി മാറ്റിയടിച്ചോ എന്ന്. എനിക്ക് എക്സാക്റ്റ് വേർഡ് കിട്ടുന്നില്ല. കോയ്സാറ് പലപ്പോഴും സ്റ്റേജിൽ നിന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചിന്തകളാണ് ഞാൻ പറഞ്ഞല്ലോ. മാഗ്നറ്റിക് ടെംപ്ലേറ്റായി നിങ്ങൾക്കും എനിക്ക് ആന്തരിക ചൈതന്യം തന്ന് ബാഹ്യമായ പ്രതികൂലങ്ങളെയും വെല്ലുവിളികളെയും അടച്ചിട്ട സോഡ കുപ്പിയിൽ അടച്ചുകൊണ്ട് ധൈര്യത്തോടെ നിങ്ങളുടെ എൻ്റെ ഉള്ളിലെ സോഡയുടെ ഗ്യാസും മധുരവും കളയാതെ യാത്ര ചെയ്യാൻ ഇടയാകുന്നത് ഉന്നതമായ വിളി കൊണ്ട് ദൈവം വിളിച്ചതുകൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ന്യായമായി നിങ്ങളെക്കുറിച്ച് എന്നെക്കുറിച്ച് ആരെങ്കിലും നല്ല അഭിപ്രായം പറയുമോ? നിങ്ങളൊന്ന് ഫോറിൻ യാത്ര ചെയ്ത് നോക്കുക, നല്ല അഭിപ്രായം പറയുമോ? നിങ്ങൾ 4 പ്രാവശ്യം നല്ല ഹെഡ് ഇട്ടുകൊണ്ടിരുന്നേ, നിങ്ങളൊരു വില കൂടിയ കാറ് മേടിച്ചേ. ഞാൻ കൊറോണ സമയത്ത് കൊട്ടാര ഡിസ്ട്രിക്റ്റിൽ 22 സഭയിലെ പാസ്റ്റേഴ്സിനെല്ലാം ഒരു ചർച്ചിൽ നിന്ന് ഫണ്ട് റേസ് 3000 രൂപ വെച്ച്
എല്ലാവരും അക്കൗണ്ടിൽ അയച്ചു കൊടുത്തു. രേഖ എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ധൈര്യമായിട്ട് പറയുന്നു. ഒരു പാസ്റ്റർ മാത്രം സ്വീകരിച്ചില്ല. ഞാൻ ചോദിച്ചു, എന്താ വെച്ചാൽ സ്വീകരിക്കാത്ത? അച്ഛൻ എന്താ വേണ്ടാത്ത? എൻ്റെ പൈസയല്ല, എനിക്ക് സോഴ്സ് കൃത്യമായിട്ടറിയണം. എനിക്ക് സോഴ്സ് കൃത്യമായിട്ടറിയണം. ഞാൻ പറഞ്ഞ്, ഞാൻ ആ സോഴ്സ് ഞാനാ തരുന്നത്, എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി ഇതിനപ്പുറം എനിക്ക് അയച്ചു തന്നവരുടെ സോഴ്സ് അറിയണമെന്ന് ആഗ്രഹിച്ചാൽ എൻ്റെ മണ്ട വെട്ടാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ലായിരിക്കും. ചാക്കോച്ചൻ ഭാഷയ്ക്ക് ഒട്ടും മനസ്സിലാകുന്നു. പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണെന്നറിയാമോ? നിങ്ങൾക്കും എനിക്കും പാസ്റ്റോറിയൽ മിനിസ്ട്രിയിൽ എൻകറേജ്മെൻറ്റും ധൈര്യവും തരുന്ന കുറച്ച് പേരേ കാണൂ, വളരെ കുറച്ച് പേരേ കാണൂ. ബാക്കി എല്ലാവരും വെല്ലുവിളിക്കാനും ചലഞ്ച് ചെയ്യാനും പോരായ്മ കണ്ടുപിടിച്ച് ലിസ്റ്റ് നിരത്തിക്കൊണ്ട് ചെവികളിൽ മന്ത്രമോതുന്ന ഒത്തിരി പേരേ കാണും. അവരെല്ലാം ബലഹീനരാണ്, വിശ്വാസത്തിൽ ബലഹീനരാണ്, മിനിസ്ട്രിയിൽ ബലഹീനരാണ്. മിനിസ്ട്രിയിലും വിശ്വാസത്തിലും ബലഹീനരായവർക്ക് ഇത് ചെയ്തേ പറ്റൂ. എന്നാൽ മിനിസ്ട്രിയിലും വിശ്വാസത്തിലും ബലമുള്ളവർക്ക് ദൈവവിളിയുടെ പ്രാഗൽഭ്യവും ധൈര്യവും ദൈവവചനത്തിൻ്റെ പൊരുളും തിരിയുമെങ്കിൽ നിങ്ങൾ ബലഹീനരല്ല, നിങ്ങൾ പവർഫുൾ മിനിസ്റ്റേഴ്സാണ്. ഹല്ലേലൂയ. പിന്നെ ഒരു കൂട്ടം ഉണ്ട്, വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കും, ഇടിച്ചു കയറി ചോദിച്ച് പ്രോഗ്രാം മേടിക്കും. എങ്ങനെയെങ്കിലും സ്വന്തം പോക്കറ്റിൽ ഓരോ ആഴ്ചയിലും ഒരു സ്വർണ്ണ നാണയം വീഴണം, വേറെ ആരുടെയും പോക്കറ്റിൽ വീണുകൂടാ. എല്ലാ ആഴ്ചയിലും എൻ്റെ പോക്കറ്റിൽ ഒരു സ്വർണ്ണ നാണയം വീഴണം, വേറെ ഒരാൾക്ക് ഈ നാണയം പോയിക്കൂടാ. അങ്ങനെയുള്ള നാണയ ശുശ്രൂഷകരെയും തിരിച്ചറിയണം കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിസ് ഈസ് പാസ്റ്റേഴ്സ് കോൺഫറൻസ്. ഇവിടെ കട്ടനിട്ട് സംസാരിച്ചാൽ വ്യക്തതയില്ലാതെ ശുദ്ധിയില്ലാതെ ജനം നശിക്കും. വ്യക്തതയോടും ശുദ്ധിയോടും തുറന്നു പറഞ്ഞ് മറയില്ലാതെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അയ്യോ കർത്താവേ രക്ഷിക്കണമേ, നിലവിളിക്കണമേ, എൻ്റെ പാപങ്ങളെയും തെറ്റുകളും എന്നെ ക്ഷമിക്കണമേ, എനിക്ക് ബോധ്യം തന്ന് എന്നെ നിന്റെ പൈതലാക്കി വീണ്ടും രക്ഷിക്കണമേ. ആ സഭകൾ, ആ പ്രസ്ഥാനങ്ങൾ വളരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസോ 12 ശിഷ്യന്മാരോ പിന്നീടുള്ള അപ്പോസ്തലന്മാരോ അവർക്കാർക്കും ദ്രവ്യാഗ്രഹത്തിൻ്റെ അമിതമോഹമില്ല. ഇനി ഞാനിങ്ങനെ പറഞ്ഞു വരുമ്പോൾ വെൽത്തിലാണ് ഞാൻ PhD ചെയ്തുകൊണ്ട് കൂടുതൽ പറഞ്ഞു. അത് ലോക്കലി നല്ലതല്ലാത്തത് കൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ ഇറങ്ങുന്നില്ല. ഈ സമ്പത്തെന്ന വിഷയം വളരെ കൈകൊള്ളുന്ന വിഷയമാണ്. ഞാൻ ഇതര സംഘടനകളെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മളുടെ ഇടയിലുള്ളതിൻ്റെ അത്രയും പിരിവ് വേറെ ഒന്നുമില്ല. അതറിയാം, ഞാനൊരു ദിവസം എൻ്റെ സഭയിലിരുന്ന് 8 നോട്ടീസ്, 8ഉം പിരിവിൻ്റെ നോട്ടീസാണ്. 8 നോട്ടീസ്, 8ഉം പിരിവിൻ്റെ നോട്ടീസാണ്. ഇവിടെ റബ്ബർ വെട്ടുകാരനും കോഴിമുട്ട വിറ്റ് ജീവിക്കുന്നവനും ഇത് കൊടുത്തെങ്കിലോ പാസ്റ്റർ ലയണിനെ പോലെ ഷൗട്ട് ചെയ്ത് കളയുക. പാസ്റ്റർ ലയണിനെ പോലെ ഷൗട്ട് ചെയ്ത് കളയുക. അപ്പം ഞാൻ ഒരു പാസ്റ്റർ പേരുന്നാളൊന്നും പറഞ്ഞു, പാസ്റ്ററോട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും പാസ്റ്ററെ, ഒരു സ്വോത്രാഴ്ച പാത്രം അങ്ങ് വിട്, അത് എത്ര പൈസ വീഴുന്നു അത് ഈ 8 കൂട്ടർ കൂടെ ഡിവൈഡ് അങ്ങ് കൊടുത്തേരെ. വിദേശത്തൊക്കെ അങ്ങനെ അത് $5 ഉള്ളതിൽ 50 രൂപയുള്ള 25 രൂപയുള്ള 5-8 ഡിവൈഡ് ചെയ്തങ്ങ് കൊടുത്തേരെ. കാര്യം കഴിഞ്ഞില്ലേ? നല്ല ഐഡിയ ആണോ? ഹലോ, സഹോദരിമാർക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. പൈസയുടെ കാര്യം പറയുമ്പോൾ അവർക്കാ മനസ്സിലാകത്തില്ലേ. ദൈവത്തിന് മഹത്വം. ഞാൻ ഒന്നാമത്തെ ഭാഗം അവിടെ നിർത്തട്ടെ, സമയം ഫാസ്റ്റായിട്ട് പോകുന്നു. വളരെ പ്രയോജനമുള്ളതും തിരിച്ചറിയേണ്ടതും ആളുകൾ ധൈര്യത്തോടെ തുറന്നു പറയാൻ മടിക്കുന്നതുമായ കാലഘട്ടത്തിൽ പ്രവചന ധൈര്യമെന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ പൊരുൾ തിരിച്ച് പറയുവാൻ ആരെയെങ്കിലും പ്രാപ്തരാക്കി നിശ്ചയമായും പഠിപ്പിച്ചും ഒരുക്കി ദൈവസഭയെ മണവാട്ടി സഭയെ നിർത്തുവാൻ ഇതെല്ലാം വളരെ ആവശ്യമാണെന്നുള്ള കാര്യം മറക്കരുത്. ഇനി രണ്ടാമത് പാസ്റ്റേഴ്സിൻ്റെ ഈ മിസൈൽസ് ആൻഡ് മിസറി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ഇപ്പം പത്രം വായിക്കണം, പാസ്റ്റേഴ്സ് നിശ്ചയമായും പത്രം വായിക്കണം. നമ്മൾക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ യുദ്ധം നടക്കുന്ന ഈ കാലഘട്ടത്തിലാണ്.
നാട്ടിപ്പോൾ വെനീൻസിലും പ്രസിഡൻറ്റിന് വരെ അമേരിക്ക ക്യാപ്റ്റീവാക്കി. റഷ്യ, ഇറാൻ അല്ലെങ്കിൽ മറ്റേ യുദ്ധം അവിടെ നടക്കുന്നു. ഗാസ, എല്ലായിടവും, ഇന്ത്യ, പാകിസ്ഥാൻ. ഞാൻ പറഞ്ഞത് സോ മെനി ടെർമോയിൽ ആൻഡ് സോ മെനി ടർബുലൻസ് ഇൻ്റർനാഷണലിൽ നടക്കുകയാണ്. ഈ കോണ്ടെക്സ്റ്റിൽ വേർ ഈസ് ഗോഡ് എന്നൊരു ചോദ്യം ഇൻ്റർനാഷണലിലുണ്ട്. ദൈവം മരിച്ചുപോയോ? ദൈവം എവിടെയാണ്? ദൈവം ഇത് അനുവദിക്കുന്നുവോ? ഇങ്ങനെ ചോദ്യങ്ങൾ നമുക്ക് ജേണൽസിൽ വായിക്കാൻ കഴിയും. എന്നാൽ ഒരു ജേണലിലും ഞാൻ വായിച്ചതിനകത്ത് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ഗോഡ് എന്ന് ഞാൻ വായിച്ചിട്ടില്ല. ദീസ് ആർ ദ സൈൻസ് ഫോർ ദ എൻഡ് ഓഫ് ദ ഏജ്. കാലഘട്ടത്തിൻ്റെയും യുഗത്തിൻ്റെയും അവസാന ലക്ഷണങ്ങൾ എന്ന് മാത്രമുള്ള പദങ്ങളാണ് എല്ലാ റൈറ്റേഴ്സും ഉപയോഗിച്ചുള്ള. എന്നാൽ ദൈവത്തിൻ്റെ അവസാനമാണ് എന്നാരും ഉപയോഗിച്ചിട്ടില്ല. വൈ? വാട്ട് ഈസ് ദ റീസൺ? ഈ യുദ്ധത്തിൻ്റെയും ഈ കാണുന്ന എല്ലാ പീഡനങ്ങളുടെയും മുകളിൽ ഒരു ക്രിയേറ്റർ ഗോഡുണ്ട്. ആ ക്രിയേറ്റർ ഗോഡിൻ്റെ അവസാനം എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു നാവും ഭൂമിയിലില്ല, ഒരു സയൻസുമില്ല, ഒരു ഫിലോസഫിയുമില്ല. ആകെ നീച്ചെ എന്ന് പറയുന്ന ഫിലോസഫർ മാത്രമേ പറഞ്ഞുള്ളൂ, ഐ ഹാവ് കിൽഡ് ക്രിസ്ത്യൻ ഗോഡ്, ഞാൻ ക്രിസ്തീയ ദൈവത്തെ കൊന്നു എന്ന് കത്തിയിൽ ഇച്ചിരി രക്തം പുരട്ടിക്കൊണ്ട് വന്നിട്ട് പച്ചക്കറി മാർക്കറ്റിൻ്റെ മുമ്പിൽ പണ്ടത്തെ കിണക്കൊരു ബെഡ്ഷീറ്റ് ചാക്ക് വിരിച്ച് റാന്തൽ വെളിച്ചത്തിൽ പ്രസംഗിച്ചു മാർക്സിസ്റ്റ് ഐഡിയോളജി. അതിനെ അന്നത്തെ നമ്മളുടെ അമ്മമാർ, ആ രാജ്യത്തിലെ അമ്മച്ചിമാർ കൗണ്ടർ ചെയ്തു. മോനെ, നീ പറയുന്ന ദൈവത്തെ ഞാൻ ഇന്ന് രാവിലെയും കണ്ടിട്ടാണ് ഞാൻ ചന്തയിൽ വെജിറ്റബിൾ മേടിക്കാൻ വന്നത്. നീ പറയുന്ന ദൈവത്തെ ഇന്ന് ഞാൻ അനുഭവിച്ചിട്ടാണ് ഞാനിവിടെ ആപ്പിൾ മേടിക്കാൻ വന്നത്. പറഞ്ഞതിൻ്റെ താല്പര്യം എന്താ അറിയുമോ? നമ്മൾ പറയുന്ന ദൈവം അനുഭവിച്ചറിയുവാൻ കഴിയുന്ന ദൈവമാണ്. എക്സ്പീരിയൻഷ്യൽ ഗാഡ്, നോട്ട് ഒബ്ജക്റ്റീവ് ഗാഡ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ബുള്ളറ്റുകൾ കാണട്ടെ, മിസൈൽസുകൾ കാണട്ടെ, 3000 മിസൈൽ ഓരോ രാജ്യം, ഇസ്രയേലിൻ്റെ പോക്കറ്റിലുണ്ട്. ഓരോ രാജ്യത്തിൻ്റെ ആറ്റോമിക് മിസൈൽസ് ഇന്ത്യ വർദ്ധിപ്പിക്കുന്നു. ഓരോ രാജ്യങ്ങളും വർദ്ധിപ്പിക്കുന്ന ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങളാണ്. എന്നാലും ദൈവാവസാനത്തിൻ്റെ ലക്ഷണമെന്ന് ഒരു റൈറ്റേഴ്സും എഴുതാത്തതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ദൈവത്തെ ഭയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമുക്ക് ഈ 4 മിനിസ്റ്റേഴ്സിൻ്റെയും റോള്, ഗുണം എന്താണ് നമുക്ക് നോക്കാം. ഇനി ഒന്നാമത്തെ ആളിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഒന്നാമത് നമുക്ക് ആരിലേക്ക് പോകാം? 4:11 പോകാം. ഏറ്റവും പ്രധാനം അതാണ്. 4:3. ഒന്ന്, ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്റ്. നിങ്ങളോട് ഞാനൊരു കൗണ്ടർ ചോദ്യം ചോദിക്കുക. നിങ്ങൾ ഇത്രയും നാളായി സുവിശേഷ വിലയിലായിട്ട് ഏതെങ്കിലും സ്റ്റേജിൽ ഷാരോൻ്റെയോ IPCയുടെയോ ചർച്ച ഗോഡിൻ്റെയോ മർത്തോമയുടെയോ ഏതെങ്കിലും സ്റ്റേജിൽ ഒരു പ്രീച്ചറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം പറഞ്ഞിട്ടുണ്ടോ, ഇന്നയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ആ വ്യക്തിയുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നെവിടെയെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യോ സാക്ഷ്യം പറഞ്ഞോ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ് തരാം. ഞാൻ കേട്ടിട്ടില്ല. ഹലോ, കേട്ടിട്ടുണ്ടോ? കാര്യം എന്താ? ഭൂമിയിലുള്ള ഒരാൾക്കും അതിനുള്ള ഗട്ട്സില്ല, ധൈര്യമില്ല, അതിനുള്ള പ്രാഗൽഭ്യമില്ല. എൻ്റെ നേതാക്കന്മാർക്ക് സണ്ണിയുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് പരസ്യമായി സാക്ഷ്യം പറയാൻ ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ അനുയായികളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് പറയാൻ ആത്മീയ പ്രാഗൽഭ്യവും ധൈര്യമുണ്ടോ? നമ്മളെപ്പോഴും പപ്പ അടിച്ച് മിണ്ടാതിരിക്കും. ആരെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായം പറയത്തുമില്ല. ഒരു പക്ഷേ ആദ്യം പറഞ്ഞു പോയാൽ 3 ദിവസം കഴിയുമ്പോൾ തിരുത്തുകയും ചെയ്യും. പൗലോസ് പറയുന്ന നോക്കിക്കുക, ഒന്നാമത്തെ ഒരു മിനിസ്റ്ററെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിലെ നിങ്ങളുടെയും എൻ്റെയും തീം അനുസരിച്ചുള്ള പുസ്തകം തന്നെയാണ്. ആ തീം അനുസരിച്ചുള്ള പുസ്തകത്തിൽ പറയുന്നത് നോക്കിക്കുക, ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ള ക്ലെമന്റ്. അപ്പോൾ ക്ലെമന്റ് എന്ന് പറയുന്ന ഈ ബിഷപ്പ്, ലേറ്റർ ഹി ബിക്കെയിം എ ബിഷപ്പ് അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് സെഞ്ചുറി ഹിസ്റ്ററി. ഐ ആം ടീച്ചിങ് ദ ഫസ്റ്റ് സെഞ്ചുറി ഹിസ്റ്ററി ആൻഡ് ഫസ്റ്റ് സെഞ്ചുറി ഏർലി ക്രിസ്ത്യാനിറ്റി എത്തിക്സ് ടു ദ MTH ലെവൽ സ്റ്റുഡൻസ്. അതുകൊണ്ട് ഈ ക്ലെമന്റിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയാം. പറഞ്ഞതിൻ്റെ താല്പര്യം എന്താ? അതിൻ്റെ മുകളിൽ സാക്ഷാൽ ഇണയായിയുള്ളവേ
അവർക്ക് തുണ നിൽക്കണമെന്ന് ഞാൻ പൗലോസ് അപേക്ഷിക്കുന്നു. ആർക്കാ? 2 സ്ത്രീകൾക്ക്. സ്ത്രീകളുടെ ഭാഗം പിന്നീട് വരാം. ആരും പുരുഷന്മാരുടെ മിനിസ്ട്രി കഴിയട്ടെ. പറയുകയാണ്, ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ള ക്ലെമന്റ് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരായ ആ സ്ത്രീകൾ എന്നോടുകൂടെ. അപ്പം ക്ലെമന്റിനെ കൂട്ടുവേലക്കാരനാണെന്നും ഈ കൂട്ടുവേലക്കാരൻ അവൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് സാക്ഷിപ്പാൻ പറ്റിയ ഒരപ്പോസ്തലനായ പൗലോസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കൊരിക്കൽ ഈ പശ്ചാത്തലത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായി. ഒരു പ്രീച്ചർ, പേരൊന്നും പറയാൻ ഒക്കത്തില്ല, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെക്കുറിച്ചൊരു ദർശനം കണ്ടു. അദ്ദേഹം അതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് പിറ്റേന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, സഹോദരനെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ട്, നീ ഒരു ഭാരമേറിയ പാറയിലൂടെ കയറാനൊക്കാതെ പകുതി നടന്ന് ക്ഷീണിച്ചിരിക്കുന്നു. അന്നേരം എനിക്ക് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നിന്നെ വിളിച്ച് അന്നേരം തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറ്റ് കൂടെയുള്ള സഹപാഠികൾ എന്ന് ആ പേര് എനിക്ക് ഉപയോഗിക്കാൻ നോക്കൂ, അവരെന്തോ വിചാരിക്കും, ഈ ദൈവദാസന് എന്നോടെന്തോ പ്രത്യേക മമതയുണ്ട്, അതുകൊണ്ട് എന്നെ കൈവച്ച് പരസ്യമായി, അതിനിടയ്ക്ക് ആരെങ്കിലും ഒരു ഫോട്ടോ എടുത്താൽ തീർന്നില്ല, കൈവച്ച് അനുഗ്രഹിക്കുക. അതുകൊണ്ടൊരു കാര്യം ചെയ്യേ, 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ടൊന്ന് വാ, എനിക്ക് തലയിൽ വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, ആ പ്രാർത്ഥന വേണ്ട, കൈ വെച്ചായിരുന്നു പറഞ്ഞു. ഇങ്ങനെ തന്നെ വന്നത് വേണ്ട. ദൈവം എപ്പോഴാണ് നിയോഗം തന്നെ അന്നേരം പ്രാർത്ഥിക്കണം. ദൈവം എപ്പോഴാണ് നിയോഗം തന്നെ അന്നേരം പ്രാർത്ഥിക്കണം. പരസ്യമായി എന്നെ ആദരിക്കാനാണ് ദൈവം പ്ലാൻ ചെയ്തതെങ്കിൽ ഹൂ ആർ യു ടു കട്ട് ദാറ്റ്? പരസ്യമായി 10 പേരുടെ മുമ്പിൽ വെച്ച് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ ദർശനം വെളിപ്പാടും തന്നെങ്കിൽ then and there right now do it, otherwise private business. My own experience. ചങ്ക് ഒടിഞ്ഞ ഇതുപോലെ 100 കണക്കിന് അനുഭവങ്ങളുണ്ട്. കരഞ്ഞ് പതറിപ്പോകും. ആരും അങ്ങനെ ചെയ്യരുത്. ആത്മനിയോഗങ്ങളെ മറ്റാളുകൾ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് തട്ടിമാറ്റിക്കളഞ്ഞാൽ നിയോഗങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരും, ജീവനായി വരും, ചൈതന്യമായി വരും. ജീവനും ചൈതന്യമായി ആരെല്ലാം എവിടെല്ലാം എന്തെല്ലാം ബ്ലോക്ക് ചെയ്താലും അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ജീവനായി എഴുന്നേറ്റ് വരും എന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് പാസ്റ്റേഴ്സ്, നിങ്ങൾക്ക് നമ്മളുടെ ശുശ്രൂഷയിൽ നിയോഗം കിട്ടിയാൽ അപ്പം ചെയ്തോണം. ആരെയും നോക്കരുത്, മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് നോക്കരുത്. ആ സമയത്ത് തന്നെ ആ കാര്യം ചെയ്തു കൊള്ളണം. എന്നാലേ നമുക്കത് ഹീലിംഗായി ഇഫക്റ്റായി വരത്തുള്ളൂ എന്നുള്ള കാര്യം മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഷാരോൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കേ. ഒന്നും പറയണ്ട, പരസ്യമായിട്ടൊന്നും പറയണ്ട. നിങ്ങൾ തിരിഞ്ഞ് നോക്കി റീവൈൻഡ് ചെയ്ത് നോക്കിയിട്ടേ ഷാരോൺ തോമാച്ചാൻ തൊട്ട് 26 വരെ എടുക്കുക. നമ്മളുടെ ലീഡേഴ്സിൽ എത്ര പേര് സ്വർഗത്തിൽ കാണും, ജീവൻ്റെ പുസ്തകത്തിൽ പേര് കാണുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒന്നും പറയല്ലേ, ആകെ പ്രശ്നവും കുളമാവും. എന്നെ പിന്നെ എന്താകും? ആരുടെയൊക്കെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ കാണും. ഇനി നമ്മുടെ പാസ്റ്റേഴ്സിൻ്റെ ഭാര്യമാരെ നിങ്ങൾ ഓർത്ത്, അമ്മച്ചിമാരെ ഒന്ന് ഓർത്തേ. അന്നത്തെ അമ്മച്ചി തൊട്ട് ഇന്നത്തെ വരുന്ന അമ്മച്ചിമാരെ നിങ്ങൾ ആത്മാർത്ഥമായി ധ്യാനിച്ചേ. ആരുടെയൊക്കെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ കാണും? നിങ്ങൾ ഓർത്താൽ മാത്രം മതി. സൗരന്മാരെ ഒന്ന് ഓർത്തോണേ. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇതെല്ലാം പറയാനും പ്രഹസനങ്ങളും ഫാബ്രിക്കേറ്റ് ചെയ്യാനും ഒക്കെ വലിയ പാടാ. യാഥാർത്ഥ്യമായ ക്രിസ്തീയ ജീവിതം കൈപ്പേറിയ അനുഭവത്തിലേക്ക് വരുമ്പോൾ അവനവൻ മാത്രമേ കാണുകയുള്ളൂ എന്നുള്ള കാര്യം മറക്കരുതേ. ഹല്ലേലൂയ. കാറ്റടിക്കുന്നിടത്തോട്ടെല്ലാം ചായും. കാറ്റിനെതിരായി പിടിച്ച് കെട്ടി നിർത്താൻ ഉടയവനെ കാണൂ, കർഷകനെ കാണൂ. ബാക്കി എല്ലാ ചെടിയും കാറ്റിന് അനുസരിച്ച് വളയുമ്പോൾ തിരികെ മടങ്ങി വന്ന കാറ്റിന് പ്രതികൂലമായി ആ വൃക്ഷത്തെ പിടിച്ചു കെട്ടി നിർത്തുവാൻ ഉടയവനെ കാണൂ, ദൈവം തമ്പുരാനെ കാണൂ. ആ ഉടയവനാണ് നിങ്ങളെയും എന്നെയും കെട്ടി നേരോടെ നിർത്തിയിരിക്കുന്നത്. മനുഷ്യമുഖം നോക്കരുത്. ലുക്ക് അണ്ട് ഗോഡ്. സ്വന്തം ലാഭം മാത്രം നോക്കരുത്, ദൈവത്തിൻ്റെ മഹത്വം കൂടെ നോക്കണം. ഹല്ലേലൂയ. എനിക്കൊന്ന് ഭയങ്കര ഇൻസ്പിറേഷനാണ്. പോയാലങ്ങ് പോകും. പക്ഷേ ഞാൻ
അധികാരികൾക്ക് അനുസരിക്കണം. ഒന്ന്, ജീവൻ്റെ പുസ്തകത്തിൽ പേര് കാണും എന്ന് നിശ്ചയിക്കപ്പെട്ട മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് സാക്ഷ്യം പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അത്രയും മതിയല്ലോ, സമയം പോകുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ആളെ നമുക്ക് നോക്കാം. എപ്പഫ്രോദിത്തോസിനെ നോക്കിക്കേ, 25-ാം വാക്യം, ചാപ്റ്റർ 2, 25 വേഴ്സ് 25. ഇത്രയും ക്വാളിറ്റീസ് ഉള്ള ഏതെങ്കിലും ഒരു പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീച്ചേഴ്സ് എന്നെ പോലെ ഉണ്ടോ എന്ന് നമ്മൾ തന്നെ സ്വയം ശോധന ചെയ്യുക. എന്തെല്ലാം ക്വാളിറ്റീസാണ് നോക്കിക്കേ. ഒന്ന്, എൻ്റെ സഹോദരൻ. ഞാനിപ്പം ജോൺസൺ പാസ്റ്ററെ എൻ്റെ സഹോദരൻ എന്ന് സംബോധന ചെയ്യാൻ, അല്ലെങ്കിൽ ഡെന്നി പാസ്റ്ററെ എൻ്റെ മൈ ഓൺ ബ്രദർ ശുശ്രൂഷയിൽ എനിക്ക് പറയുവാൻ കഴിയണം. അപ്പോസ്തലനായ പൗലോസ് പറയാണ് എൻ്റെ മൈ ഓൺ ബ്രദർ. രണ്ട്, എൻ്റെ കൂടെ കോവർക്കർ, കൂട്ടുവേലക്കാരൻ. ഒന്ന്, ഹീ ഈസ് മൈ ഓൺ ബ്രദർ, ഹീ ഈസ് മൈ കോവർക്കർ. പിന്നെ എന്നോടൊപ്പം യുദ്ധത്തിന് വരുന്നവൻ. ഈ ഓൺ ബ്രദറെ യുദ്ധത്തിന് വരത്തുള്ളൂ. ഞാൻ കൊച്ചുനാളിൽ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെടുന്നതിന് പിള്ളേരെന്നുമാണ്, എങ്ങും കൂട്ടി ഇത് കുളമാക്കി കളയരുത്. എൻ്റെ ഒരളിയൻ, അവരൊക്കെ അന്ന് സമുദായത്തിലാണ്. അപ്പോൾ രാത്രിയിൽ അദ്ദേഹത്തെ ആരോ ആക്രമിക്കാൻ വരുന്നു. അപ്പോൾ അദ്ദേഹം രാത്രിയിൽ എൻ്റെ കയ്യിൽ ഒരു വാളെടുത്ത് തന്നു, പുള്ളി ഒരു കമ്പി എടുത്തു. ഇരുട്ട, എടാ മോനെ, കതക് തുറന്നാൽ നീ ആരും നോക്കണ്ട, അങ്ങ് അടിച്ചേക്കണമെന്ന് പറഞ്ഞു. പുള്ളിയെ അപ്പുറത്തെ വാതിലൂടെ വരാം, അടിച്ചോളാന്ന് പറഞ്ഞു. ഇത് പുനലൂർ ഭാഗത്ത് അവരുടെ ബിസിനസ് തർക്കമാണ്. എൻ്റെ പെങ്ങളെ കിട്ടിയേക്കുന്ന കളിയാണ്. എന്തു ചെയ്യും? പറ്റാതിരിക്കാൻ നോക്കുമോ? 14-15 വയസ്സുള്ളൂ, വേറെ ആരും അവിടെ ഇല്ല. എന്തായാലും ദൈവാധീനം കൊണ്ട് അവർ വന്ന് മുട്ടിയ സമയത്ത് പട്ടി ചാടി കടിക്കാൻ വീണു. വന്ന പാർട്ടികൾ ഓടിപ്പോവുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് എന്താണെന്നറിയാം, ഈ സ്വന്തം സഹോദരന്മാർ മാത്രമേ ഏതിന് കാണൂ? യുദ്ധം ചെയ്യാൻ പടയാളിയായി കൂടെ കാണൂ. ബാക്കിയുള്ളെല്ലാം നഖം തിരുമ്മിക്കൊണ്ട്, അറിയാമല്ലോ, ഇപ്പോൾ ഫൈറ്റിക്കോട്ടെ. അതിന് നല്ലൊരു ഉദാഹരണം ബാബു പാസ്റ്റർ പറഞ്ഞ്, നമ്മുടെ ജനറൽ കൺവെൻഷന്, നമ്മുടെ കൂട്ടുസഭകളിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ കണ്ട് നിങ്ങളാരും സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്യരുത്, മുട്ടിലിരുന്ന് കരയുവേൻ, നാളെ ഇത് നമുക്ക് സംഭവിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുക്കൾക്ക് ദോഷം വരുമ്പോൾ സന്തോഷിക്കാൻ നമ്മൾ പാടില്ല. അതാണ് ഒരു ശുശ്രൂഷയുടെ മാനദണ്ഡം. എപ്പഫ്രോദിത്തോസ് എന്ന് പറയുന്ന ശുശ്രൂഷകൻ എങ്ങനെയായിരുന്നു? എൻ്റെ സ്വന്തം സഹോദരനായിരുന്നു, എനിക്ക് ദൂതനായിരുന്നു, ഏഞ്ചൽ എന്നുപോലെയാണ്. നമ്മൾ പാസ്റ്റേഴ്സ് ഒരു വീട്ടിൽ വിസിറ്റ് ചെയ്യുമ്പോഴേ വീട്ടുകാർ പറയോ, ഗോഡ്സ് ഏഞ്ചൽ ഈസ് കമ്മിങ് എന്ന് പറയോ, ഗോഡ്സ് ടാക്സ് കളക്ടർ ഈസ് കമ്മിങ് എന്ന് പറയോ? ഹലോ, ഹായ്, പ്രൈസ് ദി ലോർഡ്. പിലിസാർ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയുള്ളതൊന്നും പറയരുതെന്നാണ്. നിങ്ങളുടെ ദൂതൻ ആരാ? എപ്പഫ്രോദിത്തോസ്, ദൈവസഭയുടെ ദൂതൻ, കൂട്ടുവേലക്കാരുടെ ദൂതൻ. പിന്നീട് പറയുന്നതൊക്കെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവൻ. ബുദ്ധിമുട്ട് വരുമ്പോൾ ശുശ്രൂഷിക്കൻ, ബോത്ത് ഫിനാൻഷ്യൽ ആൻഡ് അതർ തിങ്സ്. അങ്ങോട്ടും ഇങ്ങോട്ടും കടമൊക്കെ കൊടുക്കാം, സഹായിക്കാം. പക്ഷേ കടമ മേടിച്ചതിന് ശേഷം അവസാനം എന്തോ ചെയ്യരുത്, എൻ്റെ ഇല്ല, അല്ലെങ്കിൽ എൻ്റെ അല്പം മാംസവും അറുത്തുകൊണ്ട് പോകും, അങ്ങനെയുള്ള പന്നവർത്താനങ്ങൾ പറയരുത്. ഞാനതിന് ഒരെണ്ണത്തിന് മീഡിയേറ്റ് ചെയ്യേണ്ടി വന്നു. മീഡിയേറ്റ് ചെയ്തുകൊണ്ട് വന്നപ്പോഴാണ് എനിക്കിത് മനസ്സിലായത് കളിപ്പീരാണെന്ന്. നമ്മൾ വേലക്കാർ തങ്ങളിൽ ചെറിയ ചെറിയ ട്രാൻസാക്ഷൻ വേണം, ബുദ്ധിമുട്ടുള്ളപ്പോൾ വേണം, കടം കൊടുക്കാം, കടം മേടിക്കാം. പക്ഷെ എന്ത് ചെയ്യണം? അതിൻ്റെ ഡീസൻസി കാത്തു സൂക്ഷിക്കണം. ഈ എപ്പഫ്രോദിത്തോസ് എങ്ങനെയാണ്? ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനായ എപ്പഫ്രോദിത്തോസിനെ നിങ്ങളുടെ അടുക്കിലേക്ക്, അപ്പോൾ ഫിലിപ്പിയിലേക്ക് അയക്കാൻ പറ്റിയ ഒരു പാസ്റ്റർ ആരാ? മണക്കാല സഭയിലേക്ക് അയക്കാൻ പറ്റിയ ഒരു പാസ്റ്റർ ആരാ? അടൂർ സഭയിലേക്ക് അയക്കാൻ പറ്റിയ ഒരു പാസ്റ്റർ ആരാ? ഓടനോട്ട സഭയിലേക്ക് അയക്കാൻ പറ്റിയ ഒരു പാസ്റ്റർ ആരാ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മാനദണ്ഡം എന്തുവാ? എപ്പഫ്രോദിത്തോസിനെ അയച്ചൂടെ? ഹലോ,
എഫ്രോത്തോസിനെ അയച്ചൂടെ? അയക്കാമോ? നിങ്ങൾക്കാർക്കും എൻ്റെ പൊരുൾ പിടിക്കുന്നില്ലല്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി അതിൻ്റെ താഴോട്ട് നോക്കിക്കേ. അവൻ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ച് ദീനമായി കിടന്നു. 26-ാം വാക്യം വായിച്ചു നിർത്താം. ആ ആ ദീനമായി കിടക്കുന്നത് കണ്ട് കേട്ട് വ്യസനിച്ചിരിക്കുന്ന ഒരു എഫ്രോദിത്തോസ്. നമ്മളാരെങ്കിലും നല്ലൊരു ശതമാനം പാസ്റ്റേഴ്സിനോ സഭയിൽ ഇന്നാൾ രോഗം, ക്യാൻസർ, അവർ ഉടനെ ഡോക്ടേഴ്സിൻ്റെ എണ്ണം കണക്കൂട്ടിയിട്ട് പറയും, ഇത് ഏത് ക്യാൻസറാണ്, ഇന്ന ക്യാൻസറാണ്, എന്നാൽ ഇന്ന ആശുപത്രി പോകും. പാസ്റ്റേഴ്സ് എല്ലാം ഇന്ന് ആശുപത്രി ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയ സ്പെഷ്യലിസ്റ്റ് ആളുകളാണ്. കാര്യം ഒത്തിരി ഇതേ കണ്ട് ഇവർ മടുത്തുകൊണ്ടെന്നാൽ രോഗിക്ക് വേണ്ടി നമുക്ക് ആലോചിച്ച് പ്രാർത്ഥിക്കാമെന്നല്ല പറയുന്നത്. ഇന്ന ആശുപത്രിയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാനൊരു ബെസ്റ്റ് ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. എൻ്റെ വാക്ക് പാലിക്കണം. 11:5. ബാക്കി 2 പേര് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയോ ഹോംവർക്ക്. 1 തീമത്തിയോസ്, 2 ആരാ? പൗലോസ്. 2 സ്ത്രീകളാരാ? യൂനീക്കയും സിന്തൂക്കിയയും. അവർ 2 പേരും വഴക്കാളികളായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫിലിപ്പിയ സഭയിലെ 2 വഴക്കാളികൾ സ്ത്രീകളായിരുന്നു, പുരുഷന്മാരല്ലായിരുന്നു. അപ്പം മിനിസ്ട്രിയിൽ പല സഭകളിലും വഴക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? സഹോദരിമാരാണ്. അതിൻ്റെ വലയിൽ നമ്മുടെ പാസ്റ്റേഴ്സിൻ്റെ അമ്മാമ്മമാർ വീണു പോകരുത്. വളരെ സൂക്ഷിക്കണം. അതാണ് 2 സ്ത്രീകളെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നത്. ഞാൻ പറയാൻ വന്ന ഉദാഹരണം എന്തെന്നറിയാമോ? ഈ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കാവസാക്കി പോലുള്ളൊരു വലിയ വണ്ടി കണ്ടുപിടിച്ചു കേട്ടോ, സ്പോർട്സ് വണ്ടി കണ്ടുപിടിച്ച്. ഒരു നല്ല പണക്കാരനായ ഒരാൾ ഈ വണ്ടി മേടിച്ചിട്ട് അദ്ദേഹത്തെ ഇതിനെ ഒന്ന് എന്ത് ചെയ്യണം? ആദ്യത്തെ പ്രാർത്ഥന ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് ബ്ലസ് ചെയ്യണം. അപ്പോൾ അദ്ദേഹം 4 പേരെ ഫോൺ ചെയ്യുക. 1 ഒരു മർത്തോമേൽ അച്ഛനെ, 2 യാക്കോബേൽ അച്ഛനെ, 3 ഒരു കാത്തലിക് അച്ഛനെ, 4 ഒരു പെന്തക്കോസ്റ്റൽ പാസ്റ്ററെ. ഞാനൊരു വണ്ടി മേടിച്ചു. വണ്ടിയുടെ പേര് ഞാൻ മറന്നു കേട്ടോ. ഇച്ചിരി ലോങ് ബാഗ് വായിച്ചതായുണ്ട് വണ്ടിയുടെ പേര്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വണ്ടിയാണ്. ആരെങ്കിലും ചെറുപ്പക്കാർ പിള്ളേർ ഓർക്കുന്നവരുണ്ടോ? ഇല്ല. അപ്പോൾ ഒന്നാമത് കത്തോലിക്കൽ അച്ഛനോട് വിളിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു സാധനം വീട്ടിൽ വന്നിട്ടുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതിനെന്താ, എത്ര ദിവസം അവധിയുണ്ട് അവർക്ക്? അവരെന്നാ പോന്നേ? അതിനിപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും വരാം. അപ്പം വിചാരിച്ചത് അച്ഛൻ വിചാരിച്ചു അവരുടെ മകളോ മകനോ ആരാണ്ട് വിദേശത്ത് വന്നതാണ്, വിദേശ വണ്ടി പേരാ. അപ്പം 2ാമത് മർത്തോമേൽ അച്ഛനോട് ചോദിച്ചു. അച്ഛനോട് ഈ വണ്ടിയുടെ പേര് പറഞ്ഞ് ദാറ്റ് ഈസ് വെരി വണ്ടർഫുൾ വണ്ടി, ഹൈ സ്ലീക്ക്, ഹൈ ബ്രേക്കിംഗ് സിസ്റ്റം, ഹൈഡ്രോളിക് സിസ്റ്റം ഈസ് മോസ്റ്റ് സൂപ്പർ. ദൈവം തമ്പുരാൻ വരെ ആ വണ്ടി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. എവറി ടെക്നിക്കാലിറ്റീസ് മർത്തോമേൽ അച്ഛൻ അറിയാം. മർത്തോമേൽ അച്ഛൻ ഇതെല്ലാം ഭംഗിയായിട്ട് പറഞ്ഞു. 3ാമത് യാക്കോബേൽ അച്ഛനോട് ചോദിച്ചു, അച്ഛാ വി ഹാവ് സംതിങ് ഹാസ് കം ടു മൈ ഹോം, കം ആൻഡ് ബ്ലെസ് ഇറ്റ്. അച്ഛൻ വിചാരിച്ചത് ഇത് ബ്രാൻഡാണ്, അത് ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ടതിൻ്റെ ക്രോസ് ബ്രാൻഡ് വല്ലതും ആണോ? ഇങ്ങനെ ഈ പട്ടികളാണല്ലോ കൂടുതൽ ആളുകൾ ഇപ്പോൾ വീട്ടിൽ വളർന്നത്. അപ്പം അദ്ദേഹം പെട്ടെന്ന് വിചാരിച്ചു ഡോഗി ബ്രാൻഡ് ഏതാണ്ടാണെന്ന്. അതിനുശേഷം ലാസ്റ്റോ ഇവർക്ക് 3 പേർക്ക് മനസ്സിലായില്ല. ഇനി മനസ്സിലാകുന്നേ ഉണ്ടെങ്കിൽ പെന്തക്കോസ്തേ ഉള്ളൂ. എന്നിട്ട് അവിടുത്തെ പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിലിങ്ങനെ ഈ സാധനം വന്നിട്ടുണ്ട്, വന്നൊന്ന് ബ്ലെസ് ചെയ്യണം. അതിനെന്താ, ഞാനിപ്പോൾ എത്തിയേക്കാം. ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർക്ക് അതുണ്ടായിരുന്നു, ഞങ്ങളുടെ വൈസ് പ്രസിഡൻറ്റിനുണ്ടായിരുന്നു, ഞങ്ങളുടെ സോണൽ പാസ്റ്ററിനുണ്ടായിരുന്നു, 3-4 പാസ്റ്റർമാർക്കുണ്ടായിരുന്നു. ഇതെല്ലാം ഞാനാ പോയി പ്രാർത്ഥിച്ച് സൗഖ്യമാക്കിയത്. പുള്ളി വിചാരിച്ചത് രോഗമാണെന്ന്. അവസാനം ആ സ്റ്റോറി പോകുന്നത് ഇങ്ങനെയാണ്. ഉടമസ്ഥൻ പറഞ്ഞു, ഈ മിനിസ്റ്റേഴ്സിന് ആർക്കും ഇത് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ഇനി നിങ്ങൾ ആരും വരണ്ട, അദ്ദേഹവും ഭാര്യയും കൂടെ തന്നെ അതിൻ്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച് ഓടിച്ചു എന്നാണ് കേട്ടത്. കാര്യം മനസ്സിലായല്ലോ? കാര്യം കൃത്യമായി മനസ്സിലാക്കണം. എന്തെല്ലാം അലിഗേഷൻസ്, എന്തെല്ലാം തെറ്റുകളും ആരെക്കുറിച്ചെല്ലാം പറഞ്ഞു കിടക്കുന്നതെന്നറിയാം.
കാര്യം കൃത്യമായി മിനിസ്റ്റേഴ്സ് മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മിനിസ്ട്രി എന്ന് പറയുന്നത് ഒത്തിരി വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളിയുടെ നടുവിൽ സത്യം അന്വേഷിച്ച് കഴിയുന്നിടത്തോളം മാതൃക. ഞാനിതെല്ലാം പറയുമ്പോൾ ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഒരിക്കലും പറയില്ല. കഴിയുന്നിടത്തോളം മാതൃകാപരമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റുന്ന 2 വരി പാട്ട് പാടാം. ഉന്നത വിളിക്കു യോഗ്യരേ, ലെറ്റ് us സ്റ്റാൻഡ്. സന്നിധിയിൽ നിന്നു കൈയടിച്ച് പാടി ദൈവത്തെ ആരാധിക്കാം. ഉന്നത വിളിക്കു യോഗ്യരേ, വിളിച്ചവന്റെ സന്നിധി നിന്നു മാറല്ലേ, ഉന്നതം വെടിഞ്ഞു. യേശുവേ, ദൈവമേ, ഉന്നത വിളിക്കുക. നീ ഞങ്ങളെ യോഗ്യരായി എണ്ണി ഞങ്ങൾ നന്ദിയോടെ നിന്നെ ഓർക്കുന്നു കർത്താവേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകൻ വേല ചെയ്യുവീൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകൻ വേല ചെയ്യുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ദൈവത്തിൻ്റെ ആത്മാവേ, ഞങ്ങളുടെ ഇടയിൽ പിന്നെയും പരിവർത്തിക്കുകയും ഞങ്ങളെ സജ്ജരും ശക്തരുമാക്കണമേ. സ്വന്തം നാട്ടിൽ പോയിടാമേ, സ്വന്തമോൾ സേവ ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയി. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകൻ വേല ചെയ്യുവേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. യേശുവേ, മഹത്വം കർത്താവേ. അസ്തമിക്കാറായ ഈ ലോകരാജ്യത്തിന്റെ എൻഡ് പോയിന്റിൽ ഞങ്ങൾ വന്നെത്തിയിരിക്കുന്നു കർത്താവേ. ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ, ഇന്ത്യയെ രക്ഷിക്കണമേ, ദൈവവേലയെ രക്ഷിക്കണമേ. ആത്മശുദ്ധിയോടെ നിലനിൽക്കട്ടെ, ആത്മശക്തിയോടെ നിലനിൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു. നമുക്കെല്ലാവർക്കും നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതമായ സന്ദേശങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് കർത്താവിൻ്റെ ദാസനിലൂടെ നമുക്ക് കേൾക്കുവാനായിട്ട് ദൈവം കൃപ നൽകിയല്ലോ. കർത്തൃദാസിദാസന്മാരായ നമ്മളോട്, നമ്മുടെ ഹൃദയങ്ങളോട് ദൈവം സംസാരിക്കുകയായിരുന്നു. നാം കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്നു എങ്കിലും നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ഉണ്ടെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാകണം. അനേകരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതത്തക്കവണ്ണം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. എപ്പപ്രാദിത്തോസിനെ പോലെ ദൈവത്തിൻ്റെ സ്തോത്രം, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ടുള്ള ഒരു മനോഭാവം അതേ നമുക്കുണ്ടാകണം. ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ഒരു സഹപഠനായിട്ട് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകേണ്ടതിന് നമുക്കെല്ലാവർക്കും ആത്മാർത്ഥ ഹൃദയത്തോടെ ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസനെ ദൈവം നമുക്ക് കാല കരങ്ങളെടുത്തല്ലോ. വീണ്ടും ശക്തമായി ദൈവം ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന അടുത്ത സെക്ഷൻ മീറ്റിങ്ങിനെ ദൈവം അനുഗ്രഹിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട നമ്മുടെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന വിജയ തോമസ് പാസ്റ്റർ അടുത്ത സന്ദേശം നമുക്ക് നൽകുമ്പോൾ അത് നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് എല്ലാ പ്രിയപ്പെട്ടവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോർജ് ജോൺ മുൻപോട്ട് കടന്നുവെന്ന് പ്രാർത്ഥിച്ച ഈ സെക്ഷൻ അവസാനിപ്പിക്കും. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, അനുഗ്രഹീതമായി നല്ല നിമിഷങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റേഴ്സ് ആൻഡ് ഫാമിലി മീറ്റിങ്ങിൻ്റെ ആദ്യ സെഷനിൽ ഞങ്ങളെ കേൾപ്പിച്ചതായ നല്ല ആലോചനകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അജപാലന രംഗത്ത് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് കർത്താവ് ഈ അടൂർ സോണിൻ്റെ വിവിധ ദേശങ്ങളിൽ ഞങ്ങളായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷകൾ കർത്താവ് ഈ പരിശുദ്ധാത്മാവിലൂടെ ചെയ്യുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്ലെമന്തിനെ പോലെ, പൗലോസിനെ പോലെ, എപ്പഫ്രാദിത്തോസിനെ പോലെ
കർത്താവെ, ഞങ്ങളുടെയും ജീവിതത്തിൽ തികഞ്ഞതായൊരു സാക്ഷ്യം ലഭിച്ചുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിപ്പാനും അധ്വാനിപ്പാനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ സന്നിധാനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച ജീവൻ്റെ ആലോചനയ്ക്കായി സ്തോത്രം. ധാരാളമായി അനുഗ്രഹിക്കുകയും തുടർന്നുള്ള ശുശ്രൂഷകളെ കർത്താവ് മാനിക്കുകയും ചെയ്യേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സെഷനുകളിൽ ഈ ദൂതുകൾ ഏറ്റെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശീർവദിക്കുകയും അവരുടെ മിനിസ്ട്രി മേഖലകളിൽ മേൽ തമ്പുരാൻ്റെ എല്ലാ കൃപകളാലും അവരെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സെഷനിൽ ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണം. ദൈവത്തിൻ്റെ മഹത്വം കാണുവാനും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അത് വിടുതലായി തീരുവാനും സ്വർഗ്ഗീയ പിതാവ് സഹായിക്കണം. തിരുമുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കിടന്നതിനായിട്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയമൂലം കേൾക്കുമാറാകണം ഞങ്ങളുടെ നല്ല പിതാവേ.